വളരെ പെട്ടെന്ന് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് അഡ്വക്കേറ്റ് TK അശോക് കുമാർ BJP പാനലിസ്റ്റൂടെ നമുക്കൊപ്പം ചേരുന്നു. BJP ഈ വിഷയത്തിനകത്ത് എടുത്തിരിക്കുന്ന നിലപാട് ഇരുമുന്നണികളും താങ്കളിലേക്ക് തന്നെ ശ്രീ VPP മുസ്തഫ ഉണ്ട്, അദ്ദേഹം ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്. അതിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ TK അശോക് കുമാർ, ഇരു മുന്നണികളും വർഗീയ പാർട്ടികളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു നിലപാട് BJP നേതാക്കന്മാർ കാണിച്ചിരിക്കുന്നു. ആദ്യം നിലമ്പൂരിൽ നിന്ന് വന്നത് CPM-ഉം BJP-യും തമ്മിൽ ഒത്തുകളിയുണ്ട്, അതുകൊണ്ട് BJP സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധ്യതയില്ല എന്ന തരത്തിൽ ആദ്യം അതാണ്, താങ്കൾക്കും അറിയാവുന്ന വിഷയമാണ്. ആ തരത്തിൽ UDF നേരത്തെ ആരോപണങ്ങൾ വന്നതാണ്. അതായത് ഇത്തരത്തിലുള്ള പിന്തുണകൾ ബന്ധപ്പെട്ട് പരസ്യ പിന്തുണ, രഹസ്യ പിന്തുണ ഒക്കെ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നതാണ്. ഈ തരത്തിൽ രണ്ട് മുസ്ലിം സംഘടനകളുടെ പിന്തുണ LDF-നും UDF-നും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുമ്പോൾ BJP-ക്ക് പുറത്തിറക്കാൻ കഴിയുന്ന ആയുധം ഇതൊക്കെ തന്നെയാണല്ലേ? വർഗീയ സംഘടനകളുടെ വർഗീയ വോട്ടുകൾ തേടുന്നു കേരളത്തിലെ രണ്ട് മുന്നണികൾ എന്നത് തന്നെയാണോ? നോക്കൂ, ഞങ്ങൾ ദീർഘകാലമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയുന്നത്, കേരളത്തിലെ ഇരു മുന്നണികളും മതവർഗീയ തീവ്രവാദ രാഷ്ട്രീയ കക്ഷികളുടെ തടവറയിലാണെന്ന് ഞങ്ങൾ പറഞ്ഞു വരുന്നു. ലോകത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത തീവ്രവാദി സംഘടനയായിട്ടാണ് അറിയപ്പെടുന്നത് ജമായത്തെ ഇസ്ലാമി. മറ്റൊന്ന് ഹസ്നുൽ ബന്നയുടെ ഇസ്ലാമിക് ബ്രദർഹുഡാണ്. ഇസ്ലാമിക് ബ്രദർഹുഡും ജമായത്തെ ഇസ്ലാമിയുമാണ് ലോകത്തിൻ്റെ എല്ലാ കോണിലേക്കും തീവ്രവാദവും മതഭീകരവാദവും കയറ്റി അയക്കുന്നത്. അവർ ജനാധിപത്യത്തിന് എതിരാണ്, ദേശീയതയ്ക്ക് എതിരാണ്. അവർക്ക് മത തീവ്രവാദത്തിന് അപ്പുറത്തേക്ക് അവർക്ക് രാഷ്ട്രീയം ഒന്നും തന്നെയില്ല. അങ്ങനെയുള്ള ജമായത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ 2000-ഓ 3000-ഓ വോട്ടിന് വേണ്ടിയിട്ടാണ് UDF-ഉം LDF-ഉം പരസ്പരം പഴിചാരുന്നത്, മത്സരിക്കുന്നത്. ഒരു ഭാഗത്ത് UDF-നോടൊപ്പം പിന്തുണയ്ക്കുന്നത് ജമായത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുമ്പോൾ UDF-നെ സംബന്ധിച്ച് ഇത് പുതിയ കാര്യമൊന്നുമല്ല. പാലക്കാട് BJP-യെ തോൽപ്പിച്ച് വിജയത്തിലേക്ക് വന്നപ്പോൾ അവിടെ പാറിക്കളിച്ചത് UDF-ന്റെ കൊടിയേക്കാൾ കൂടുതൽ SDP-യുടെ കൊടിയാണ്. മുസ്ലിം ലീഗിൻ്റെ കാര്യം നമുക്ക് കൃത്യമായിട്ടറിയാം. മലപ്പുറം ജില്ലയിലൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗിൻ്റെ തടവറയിലാണ്. ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയുടെ അച്ഛൻ, പിതാവ് പറഞ്ഞിട്ടുള്ളത്, ഉമ്മൻചാണ്ടി സർക്കാർ 5ാം മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ, അങ്ങനെ 5ാം മന്ത്രിസ്ഥാനം ലീഗിന് കൊടുത്താൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാകും ഉമ്മൻചാണ്ടി എന്ന് വാണിംഗ് നൽകിയത് ആര്യാടൻ മുഹമ്മദാണ്. അത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അത് എന്തായാലും ഇതേവരെ അദ്ദേഹത്തിൻ്റെ വാക്കിന് തെറ്റുപറ്റിയിട്ടില്ല. പിന്നീട് കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ കോൺഗ്രസ്, മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് ഓൾറെഡി നിലവിൽ മുസ്ലിം ലീഗിൻ്റെ തടവറയിലാണ്. അതിന് ചുറ്റും ഇതായി ജമായത്ത് ഇസ്ലാമി കൂടി കടന്നു വന്നിരിക്കുന്നു. SDP-ഐ പാലക്കാട് അവർക്ക് പിന്തുണയുണ്ടായിരുന്നു. ഇവിടെ സാങ്കേതികമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെങ്കിലും SDP-യുടെ വോട്ട് നേടുവാനും അവരുടെ ആളുകളുടെ വോട്ട് ക്യാൻവാസ് ചെയ്യാനുള്ള വലിയ ശ്രമങ്ങൾ UDF-ന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് നേതാക്കൾ തമ്പടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് UDF-ന്റെ ചിത്രമെങ്കിൽ LDF-ന്റെ അവസ്ഥ എന്താണ്? LDF-ന്റെ INL, അതായത് ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞു ലീഗിൽ നിന്ന് അടർന്നു പോകുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിൻ്റെ INL-ന് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച മണ്ഡലമാണ് നിലമ്പൂര്. അതായത് LDF സ്ഥാനാർത്ഥിയായി INL-ന്റെ അൻവർ മാസ്റ്റർ മത്സരിച്ചിരുന്നു. അപ്പോൾ INL ഇടതുപക്ഷത്തിനോടൊപ്പമുണ്ട്, PDP ഉണ്ട്. ഇപ്പോൾ PDP എന്ന് പറയുന്നത് മഹാത്മാ മദനി എന്ന EMS-ന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ LDF-ന്റെ സ്ഥാനാർത്ഥി പറയുന്നത്. PDP-ക്ക് നിലവിൽ തീവ്രവാദമില്ല എന്ന സർട്ടിഫിക്കറ്റ് സ്വരാജ് നൽകിയിരിക്കുകയാണ്. രസകരമാണ് ഈ വസ്തുത. കേരളത്തിൽ ആദ്യമായി കോൺഗ്രസ് രാജ്യവിഭജനത്തിന് കാരണമായ ലീഗിനെ അകറ്റി നിർത്തിയപ്പോൾ 1967 ആദ്യമായിട്ട് ലീഗിന് മതേതര സർട്ടിഫിക്കറ്റ് നൽകി മുന്നണിയിലെടുത്തത് EMS നമ്പൂതിരിപ്പാടായിരുന്നു. അതേ പ്രവൃത്തി തന്നെയാണ് മഹാത്മാ മദനിയുടെ കാര്യത്തിൽ EMS ആവർത്തിച്ചത്. അതേ പ്രവൃത്തി തന്നെ PDP-യുടെ കാര്യത്തിൽ ഇന്ന് LDF-ന്റെ സ്ഥാനാർത്ഥി പറയുന്നു. ഇത് പറയുമ്പോൾ ഇവർ പരസ്യമായി അംഗീകരിച്ചാൽ മതി. ഇത് പറയുകയും നാഴികയ്ക്ക് 40 വട്ടം മതേതരത്വത്തിൻ്റെ അപ്പോസ്തലന്മാരായി വേഷം കെട്ടുകയും ചെയ്യുന്നു. ഇവരുടെ കപട മുഖം ജനങ്ങൾ തിരിച്ചറിയുന്നു. ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കട്ടെ. രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് തീവ്രവാദികൾ വന്ന് നിഷ്ഠൂരമായ കൊലപാതകം നടത്തി അതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ആശയം, ഐഡിയോളജിയാണല്ലോ ഈ ജമായത്ത് ഇസ്ലാമി. അല്ലാതെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശത്ത് പെട്ടെന്ന് സ്വാഭാവികമായി ഉണ്ടായ തീവ്രവാദമല്ലല്ലോ. പാകിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ കേന്ദ്രം ജമായത്ത് ഇസ്ലാമിയാണ്.
അതിൻ്റെ ഭാഗമാണ് വെൽഫെയർ പാർട്ടി, അതിൻ്റെ ഭാഗമാണ് കാശ്മീരിലെ ജമായത്ത് വേറെയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാനവരാശിക്ക്, ജനാധിപത്യത്തിന്, ദേശീയതയ്ക്ക് വെല്ലുവിളികൾ ഉയർത്തുന്ന ഈ തീവ്രവാദ സംഘടനകളെ മുഴുവൻ കൂട്ടുപിടിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു 3000-4000 വോട്ടാണ് ഇവർക്ക് ഈ പ്രദേശങ്ങളിലുള്ളത്. അത് കിട്ടാൻ വേണ്ടി. ഇത് യഥാർത്ഥത്തിൽ UDF ഇത്രയും കാലം പറഞ്ഞിരുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാന്റെ പിന്മുറക്കാർ, ലീഗിനെ തള്ളിപ്പറഞ്ഞ ആളുകൾ, ദേശീയ മുസ്ലിം എന്നൊക്കെ പട്ടം ആര്യാടൻ മുഹമ്മദ് ചാർത്തിക്കൊടുത്ത ആളുകൾക്ക് ഇപ്പം എന്താണ് പറയാനുള്ളത്? UDFന്റെ സ്ഥാനാർത്ഥി ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല, ഒഴിഞ്ഞു മാറുകയാണ്. ഇവിടുത്തെ യഥാർത്ഥമായിട്ടുള്ള ദേശീയവാദികളായിട്ടുള്ള ജനാധിപത്യത്തെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് ഈ വർഗീയ തീവ്രവാദ ഭീകരവാദ സംഘടനകളുടെ വോട്ടിനു വേണ്ടി അവരിപ്പോ കുടുംബയോഗം നടത്താൻ പോവുകയാണ്. BJPയുടെ നിലപാട് വ്യക്തമാണ്. ഈ 3000-4000 വോട്ടിന് വേണ്ടി എന്തുകൊണ്ട് പ്രഖ്യാപിത നിലപാടുകളിൽ ഇരു മുന്നണികളും വെള്ളം ചേർക്കുന്നു എന്ന് BJP ചോദിക്കുന്നു. അത് പ്രചാരണത്തിൽ BJP ഉന്നയിക്കുന്നു. CPI നേതാവ് ശ്രീ VPP മുസ്തഫ,